ചേട്ടാ എൻ്റെ പേര് അവിടെ എൻ്റെ ഫോട്ടോ കണ്ടു, ഫോട്ടോയ്ക്കകത്ത് നാരായണൻ എഴുതിയിട്ടുണ്ട്. നാരായണനാണെങ്കിൽ ഓക്കെ ചെയ്യാം, നാരദനാണെങ്കിൽ ഞാനത് വിട്ടു. ഈ നാരായണ പറയുന്നതിൽ തന്നെ വ്യത്യസ്തമാണ് പലതരത്തിൽ. അതായത് നാരദൻ, നാരായണ, നാരായണ പല പല തരത്തിലാണ്. ആശാൻ ഇവിടെ വരൂ, ഞാൻ എന്നെ വിളിച്ചു, നമുക്ക് എന്നെ വിളിച്ചു. ഇപ്പൊ ഇതൊക്കെ ചെന്ന് നമസ്കാരം സാർ, പറയാം എന്താ പേര്? ഞാൻ ഷജു. ഓ വായിലിതിങ്ങനെ കോട്ടം വെച്ചിട്ടുണ്ടല്ലേ? അപ്പം നന്നായിട്ടുണ്ട് കേട്ടോ, ആശാൻ നന്നായിരിക്കുന്നു, നന്നായി ചെയ്യൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. സീരിയലൊക്കെ എത്ര ടോപ്പ് എന്ന് പറഞ്ഞിട്ട് സിനിമ വരുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ട് കേട്ടോ, ഉള്ള തുറന്നു പറയാം. വർഗീസനെ ഞാനിവിടെ ശ്രീകുമാരൻ തമ്പി കാണാൻ വേണ്ടി പോവാം. ചെന്നു, ഞാൻ മകേശനോട് ഇങ്ങനെ നിന്നു, ചായ കൊണ്ടുപോകും, ചായ മേടിച്ചു, ഇങ്ങനെ പിടിച്ചു. സാറ് വന്നു ഇരുന്നു. അപ്പോൾ നമ്മൾ എണീറ്റ് നിന്നു. സാറ് ചോദിച്ചു എന്ത് ചെയ്യുന്നു? ഞാൻ ഇങ്ങനെ സീരിയൽ ചെയ്യുന്നു, കൃഷ്ണ അന്ന് ശ്രീകൃഷ്ണയിലെ ഭാഗവതം മറ്റോ ആണ്, ഈ ഭാഗവതം ചെയ്യുന്നുണ്ട് നാരദനായിട്ട്. ഓ നാരദനായിട്ടോ? പെയിൻ്റ് അടിച്ചാൽ ഏത് ബൊമ്മയ്ക്ക് നാരദനാവാം. ഒറ്റ ഡയലോഗ് എൻ്റെ മുഖത്ത് നോക്കി. എൻ്റെ പാർട്ണർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫീൽഡും എൻ്റെ നാടും എല്ലാം വിട്ടു വന്നത്. കാര്യം അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കണം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടായപ്പോൾ ശരി, നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം എല്ലാം ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ അതെല്ലാം വിട്ടിട്ടാണ് ഞാൻ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നത്. എൻ്റെ പ്രൊഫഷനായാലും എൻ്റെ നാടായാലും എൻ്റെ വീടായാലും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ആർക്ക് വേണ്ടി നിന്നോ അവരൊക്കെ എന്നെ ഇപ്പോഴും എന്നെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഭാര്യ അന്ന് ഞങ്ങൾ പരസ്പരം കാണുന്ന അമ്പലങ്ങളിൽ, റോഡിൽ, ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും, ഞാൻ ഇങ്ങോട്ട് പോകണ്ടേ, വെറുതെ വാ. പിന്നെ ഒരു ഭാര്യ ഭർത്താവ് കാണുന്നത് അങ്ങനെയാണോ? ഒരു അമ്പലത്തിൽ വെച്ചാണ് കാണണ്ടേ, റോഡിൽ വെച്ചാണ് കാണണ്ടേ? ചില വ്യക്തികൾ, ചില കഥാപാത്രങ്ങൾ, അത് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ അവിടെ തന്നെ ഉണ്ടാവും, ആ തട്ട് താണു തന്നെ ഇരിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. ലെറ്റ്സ് വെൽക്കം സജീവ് വാക്കനാടൻ. ഹായ് ചേട്ടാ, നമസ്കാരം. സീരിയൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും ചില തട്ട് അങ്ങനെ താണു തന്നെ ഇരിക്കും. കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടു മറന്നിട്ടില്ല അങ്ങനെ ഒരു മുഖമാണ്, നാരദന്റെ ഒരു മുഖമായിട്ടാണ് എനിക്ക് എന്നും ഓർമ്മകളിലുള്ളത് സജി ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ. അത് ഒരുപക്ഷെ ഞാൻ മാത്രം പറയുന്നതായിരിക്കില്ല, ഒരുപാട് പേര് പറയുന്നുണ്ടാവും. നമ്മളൊരു ക്യാരക്ടർ, ഇത് നമ്മളിപ്പം ചെറുപ്പകാലത്ത് നമ്മൾ ഒരുപാട് കഥകളൊക്കെ കേൾക്കുന്നുണ്ടാവും, ആ കഥകളിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാവും. അപ്പൊ എൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് നാരദൻ എന്ന കഥാപാത്രത്തിന്റെ മുഖം ഇതാണ്, സജി ചേട്ടനാണ്. അല്ല, അതിന് വ്യത്യാസമുണ്ട്. നാരദൻ എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യാസം ഇപ്പൊ വ്യത്യാസമുണ്ട്, പക്ഷേ ആ ഒരു മുഖം എന്നും എന്താണ് നാരദൻ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു നാരായണ ഈ വ്യക്തിയുടെ. ഒരു സമയത്ത് ശരിയാണ്, ഞാൻ ഒരു കുറച്ച് കാലം ഇവിടെ നമ്മുടെ സീരിയൽ ഫീൽഡിൽ തന്നെ ഒട്ടുമിക്ക സീരിയൽസിലെയും നാരദന്റെ കഥാപാത്രം ചെയ്തുകൊണ്ടത് ഞാൻ തന്നെയായിരുന്നു. കാര്യം പ്രത്യേകിച്ച് മെർലാൻഡായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പുരാണ കഥകൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ മിക്കവാറും എല്ലാ കഥകളും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2002 കൃഷ്ണകൃപാസാഗരം എന്ന് പറയുന്ന സീരിയലാണ്. അമൃത ടി വിയിലായിരുന്നു. അത് GS വിജയൻ സാറായിരുന്നു, വിജയേട്ടനായിരുന്നു എന്നെ ഫസ്റ്റായിട്ട് നാരദനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം രാജേട്ടൻ്റെ അടുത്ത് പാർട്ടി പറയുന്നു, ഇങ്ങനെ ഒരു അന്ന് പോകുന്നത് നാരദനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്, എന്നെ ആദ്യം വിളിക്കുന്നത്, ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് കൃഷ്ണനോ അല്ലെങ്കിൽ ബലരാമനോ എന്നൊരു ക്യാരക്ടറാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിട്ട്, സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന്, അപ്പോൾ സമയം ലേറ്റായി, ഞാൻ ചെന്നപ്പോൾ എന്നെ വിളിച്ചു, അവിടെ വരണം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിജയേട്ടനെല്ലാം ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഞാൻ ചെന്ന് കയറുന്നുണ്ടോ സമയം പോയി എന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ ഇറങ്ങിയപ്പോൾ അല്ലേ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ന്യൂ തിയേറ്ററിലാണ്, ട്രിവാൻഡ്രത്ത് ന്യൂ തിയേറ്ററിലായിരുന്നു. ചെല്ലുന്നു, അവിടെ ചെന്ന് ഉടനെ സംസാരിച്ചിട്ട് നീ കോമഡി ചെയ്യുമെന്ന് ചോദിച്ചു. ഫസ്റ്റ് ഡേയിൽ പുള്ളി ചോദ്യമാണ് വിജയേട്ടൻ ചോദിക്കുന്നത്, നീ കോമഡി ചെയ്യുമോ? ഞാൻ പറഞ്ഞു കോമഡി ചെയ്തിട്ടില്ല, സീരിയസ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്, കോമഡി പറഞ്ഞെന്നാൽ നോക്കാം, ഉറപ്പില്ല. ഒറ്റ ഡയലോഗ് ഇതേ ഉള്ളൂ, എൻ്റെ പറച്ചിൽ ഇതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ശരി ഓക്കെ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഒന്നിനോട് ഫോട്ടോസ് എടുത്ത് വിട്ടു. പിന്നെ വീണ്ടും അടുത്തൊരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എനിക്കൊരു കോൾ വരുന്നു, എത്രയും പെട്ടെന്ന് മെർലാൻഡിൽ വരണം, മെർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മെർലാൻഡിൽ വരണം പറഞ്ഞു. മെർലാൻഡിൽ വന്നു. അപ്പോൾ അവിടെ ഒന്ന് നല്ല തിരക്ക്, ഭയങ്കര ഇൻ്റർവ്യൂ നടക്കുകയാണ്. ശരിക്കും ആൾക്കാർ വന്നിട്ടുണ്ട്, നല്ല സൗന്ദര്യമുള്ള നല്ല ഗംഭീര ഒരുപാട് പേര് കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു. അവസാനം എന്നെ വിളിക്കുന്നില്ല വന്നിട്ട്. ഞാൻ ഒരു 10 മണിയൊക്കെ വന്നിട്ട് എന്നെ 3 മണിയായിട്ടും വിളിക്കുന്നില്ല. അവസാനം ഞാനിങ്ങനെ കൂടെ അവിടെ നിന്ന് ഓരോരുത്തർ വന്നിങ്ങനെ എത്തി നോക്കും, ചിരിച്ചിട്ട് പോകും. ഞാൻ വെച്ചാൽ എന്താണ് ഇത് സംഭവം മനസ്സിലാകുന്നില്ല. അവസാനം ഒരു ഇടയ്ക്കൊരു 4 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നപ്പം എല്ലാവരും അവിടെ ചായ പിടിക്കാനെന്തോ പോയിരിക്കുകയാണ്. അപ്പം മേശപ്പുറത്ത് 2 ഫോട്ടോ എടുക്കും. നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് തിരിച്ച് നോക്കിയപ്പോൾ എൻ്റെ പുറത്ത് നാരാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ നാര, അപ്പോൾ വെച്ചാൽ നാരദൻ
എന്ന് ചിന്ത വരുന്നില്ല, നാരായണൻ എന്നാ ചിന്ത വരുന്നത്. ഓക്കെ. അപ്പോഴും മഹാവിഷ്ണു എന്നുള്ള കണക്കൂടില്ല. എപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് മണ്ണടി പ്രഭേദം പറഞ്ഞ നാടകത്തിൻ്റെ പ്രവർത്തനമുണ്ട്, പുള്ളിയോടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം പുള്ളിയോട് ചേട്ടാ എൻ്റെ പേര് അവിടെ എൻ്റെ ഫോട്ടോ കണ്ടു, ഫോട്ടോയ്ക്കകത്ത് നാരായണൻ എഴുതിയിട്ടുണ്ട്, നാരായണനാണെങ്കിൽ ഓക്കെ ചെയ്യാം, നാരദനാണെങ്കിൽ ഞാനത് വിട്ടു, ഇവിടെ വെച്ചത് ഒന്നാലും ചെയ്യില്ല. അത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അത് നാരദൻ എന്ന് പറയുന്നത് വേറൊരു ലെവലിൽ പോകേണ്ട ക്യാരക്ടറാണ്. അപ്പോൾ സർക്കാസം മോഡാണ്. അതെ, അതെന്നെ കൊണ്ട് നടക്കത്തില്ല. അപ്പം ഞാനത് വിട്ടു. എന്താ പറയുക, അപ്പോൾ അല്ല അതിന് പുള്ളി പറഞ്ഞു അതല്ല, എന്ത് വന്നാലും നോക്ക്, പറ്റുന്നില്ലെങ്കിൽ കളഞ്ഞാൽ പോരെ, നീ ചെയ്തു നോക്കണം. 2 ദിവസം വീണ്ടും അടുത്ത കോൾ വരുന്നു, പെട്ടെന്ന് മെല്ലാൻഡി വരണം. മെല്ലാൻഡി വന്നു, മേക്കപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് പി എൻ മണിച്ചേട്ടനായിരുന്നു മേക്കപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് വിക്രമൻ ചേട്ടൻ വന്നത്. മണിച്ചേട്ടൻ മേക്കപ്പ് എല്ലാം ചെയ്ത് നാരദനായിട്ട് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഫസ്റ്റ് ഒരു ഇത് ചെയ്യിപ്പിച്ച് നോക്കി. രാത്രി 7:30 കാണും. അതിൽ എല്ലാവർക്കും ഒരു എന്തോ എല്ലാവരും നോക്കി എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും പറയുന്നില്ല. അടുത്ത ദിവസം വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നു, ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഫിക്സ് ആയിന്ന് മനസ്സിലായി. നാരദൻ ഞാൻ എങ്ങനെ ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. നേരെ വന്നു, വിജയേട്ടനാണ്. വിജയേട്ടൻ വേറൊരു ഇച്ചിരി ഇതായിട്ടുള്ള ആളാണ്. അപ്പോൾ വിജയേട്ടൻ പറഞ്ഞു ഇങ്ങനെയാണേ. ഫസ്റ്റ് പറഞ്ഞു ദേവൻ ചേട്ടൻ കംസനായിട്ട് ട്രിപ്പുണ്ട്, ദേവൻ ചേട്ടനാണ് ചെയ്യുന്നത്. നാരദൻ അവിടേക്ക് വന്നു, സംസാരിക്കണം. ശരി, വന്നു, ഡയലോഗ് പറഞ്ഞു. ഫസ്റ്റ് തെറ്റി. പുള്ളിയുടെ നോട്ടമൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടി, കംസൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത പറഞ്ഞു ഓക്കെ പറഞ്ഞു, അത് ചെയ്തു, ശരിയായി കഴിഞ്ഞപ്പോൾ എന്നോട് പിന്നെ സാറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, വിജയേട്ടൻ പറഞ്ഞു ഇവിടെ പണ്ടൊരു നാരദൻ ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ട് മെർലാൻഡൊരു നാരദൻ ഉണ്ടായിരുന്നു, പുള്ളി ഇന്ന ആളാണ് ചെയ്തത്, പക്ഷേ അത് വേണം എന്ന് ഞാൻ പറയില്ല, എനിക്ക് CD എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് നീ കാണണം, ഇത് കണ്ടിട്ട് ഇത് പിടിക്കരുത്, ഇതിനകത്ത് നിൻ്റേതായ എന്തെങ്കിലും കൂടെ ചെയ്യുക, നിനക്ക് പറ്റും ഇത് ചെയ്യാൻ എന്ന് എന്നോട് പറഞ്ഞു. അന്ന് ആ ഒറ്റ ഷോട്ടേ ചെയ്തുള്ളൂ. പക്ഷെ എന്തോ ഞാനത് വന്നു CD കാണാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ അടുത്ത് വിജയേട്ടൻ പറഞ്ഞു നീ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നാരദൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോമഡി ക്യാരക്ടർ അല്ല. എന്നോട് പുള്ളി പറഞ്ഞു എൻ്റെ നാരദൻ ഒരിക്കലും കോമഡി അല്ല, ആ നാരദൻ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്ററാണ്. നീ അങ്ങനെ ചിന്തിച്ചാൽ മതി, വേണ്ടുന്ന സ്ഥലത്ത് മാത്രം ആവശ്യമുള്ള സാധനം കൊടുത്താൽ മതി. അങ്ങനെ എനിക്ക് ഇതിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നത് തന്നെ പുള്ളിയാണ്, ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ വേണം. പക്ഷെ ഞാനത് പിന്തുടർന്നിട്ടേ ഉള്ളൂ, അതങ്ങനെ ആയതേ ഉള്ളൂ. വിജയേട്ടൻ പറഞ്ഞു തന്ന നാരദനാണ് എൻ്റെ നാരദൻ. എന്തായിട്ടായിരുന്നു നാരായണ ആ ഒരു സംഭവം എന്ന് പറയുന്നത്? നാരായണ അത് ഈ നാരായണ പറയുന്നതിൽ തന്നെ വ്യത്യസ്തമുണ്ട് പലതരത്തിൽ. അതായത് നാരായണ പല തരത്തിലാണ്. അപ്പോൾ അത് വിജയേട്ടൻ പറഞ്ഞു ഇങ്ങനെ വേണം നിനക്ക് ചെയ്യേണ്ടത്, അപ്പം നീ മനസ്സിലാക്കിക്കോണം, കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ സ്വാമി അയ്യപ്പൻ വന്നു, അതിലും എന്നെ തന്നെ സെലക്ട് ചെയ്തു. പിന്നെ ശ്രീകൃഷ്ണലീല, ഭാഗവതം, കുമാരസംഭവം, ഇങ്ങനെ പുരാണങ്ങളെല്ലാം തന്നെ നാരദനായിട്ട്. പിന്നെ അതൊരു സത്യം പറഞ്ഞാൽ അവസാനം എന്താ പറയുക, ഈ ചിലത് നല്ലത് വന്നാൽ ശാപമെന്നും കൂടെ പറയുമല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് പോയി. കാര്യം ഈ നാരദൻ എന്നെ ആർക്കും അറിയില്ല, സജീവാക്കനാട്. ഇപ്പം ഞാനൊരാളിനെ വിളിച്ചിട്ട്, ഡയറക്ടറെ ആരെങ്കിലും വിളിച്ചിട്ട് സാർ സജിയാണ്, സജി സാർ നാരദനാണ്, ഓ സജി പറ, ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ ഒരു അവസ്ഥ അതായത് കഥാപാത്രത്തിൻ്റെ പേരിലാണ്. ഒരിക്കലും എന്നെ ഇപ്പോഴും ആർക്കും അറിയത്തില്ലെന്ന് എനിക്ക്, ആ ക്യാരക്ടർ ചെയ്താൽ ഞാനാണെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. പലരും പറയുമ്പോൾ ഇത് ഇന്നയാളാണോ എന്നാ ചോദിക്കുന്നത് എപ്പോഴും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ 2024 എത്തി നിൽക്കുകയാണ്. ഒരു വലിയ ബ്രേക്കിന് ശേഷം ഇത് 2ാമത്തെ സീരിയലിലാണ് എത്തി നിൽക്കുന്നത്. കഥാനായികയുടെ ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു പുറകിൽ തന്നെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ തിരക്കിന്റെ ഇടയിലാണ് നമുക്ക് ചേട്ടനെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കഥാനായികയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? റോളൊക്കെ എന്താണ്? കഥാനായികയിൽ ഞാനിപ്പം ഹീറോയുടെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞാനിപ്പം കുറച്ചായുള്ളൂ ജോയിൻ ചെയ്തിട്ട്, കുറച്ചായിട്ടുള്ളൂ. ഞാനിപ്പോൾ കഴിഞ്ഞ ഷെഡ്യൂൾ വന്നപ്പോഴാണ് ശരിക്കും കഥാപാത്രത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലായി തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പം പറഞ്ഞു വെച്ചാൽ ഇപ്പം ഞാൻ അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അത് സീരിയൽ കാണാൻ തുടങ്ങിയത്. ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പം അത് ഞാൻ എടുത്തിട്ട് കാണുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ എനിക്കത് നല്ലൊരു സബ്ജക്റ്റായിട്ട് തോന്നി. കാര്യം അങ്ങനത്തെ എഴുത്തുകാരെ കുറിച്ചും അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണല്ലോ. അപ്പോൾ ഇനി അത് നന്നായിട്ട് തന്നെ പോകുന്നതാവും. കാര്യം നല്ലൊരു ക്രൂ ആണ്. കാര്യം നമുക്ക് അറിയാം, ഇപ്പം ഡയറക്ടറായാലും അസോസിയേറ്റ് ആയാലും ബാക്കി ടീമായാലും പ്രൊഡ്യൂസർ സൈഡിൽ നിന്നായാലും എല്ലാവരും നല്ലൊരു ടീം തന്നെയാണ്. പിന്നെ അതുപോലെ
ഇപ്പം എൻ്റെ മോനായിട്ട് ഇവിടെ ഒരു മോനെ കിട്ടിയിട്ടുണ്ട്, ഓക്കെ അജു. ഓക്കെ അജു അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവൻ നല്ല ഒരു ആർട്ടിസ്റ്റാണ്. ഓക്കെ അപ്പം ഞങ്ങളോട് ഇപ്പം ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകണു. ഓക്കെ നല്ലൊരു ക്യാരക്ടറായിട്ട് പോകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാര്യം എന്നോട് ഇവരും പറഞ്ഞിരിക്കുന്നത്, എന്നോട് പറഞ്ഞത് ഈ ക്യാരക്ടർ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അച്ഛനാണ്. ഓക്കെ ഒരു സാധാരണ അച്ഛന്മാരെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. കാര്യം ചിലതിനകത്തേ ഉള്ളൂ അച്ഛൻ ഒന്നും അല്ലാത്ത അവസ്ഥ പറഞ്ഞത്. കർക്കശക്കാരൻ. ഇതിൽ അച്ഛൻ മക്കൾ ആ മോനും തമ്മിലുള്ള നല്ലൊരു ബന്ധം അതിനകത്തുണ്ട്. ഓക്കെ പിന്നെ ഞങ്ങൾക്കൊരു മരുമകനും, എനിക്ക് ഇതിനകത്ത് ഈ കഥാപാത്രത്തിന് മകനും മകളുമാണ് ഓക്കെ മരുമകൻ. അപ്പം ഞങ്ങൾ ആണുങ്ങൾ 3 പേരും ഒറ്റക്കെട്ടാണ് ഇതിനകത്ത്. ഓക്കെ അങ്ങനെ നല്ലൊരു നന്നായിട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ അതൊരു പ്രതീക്ഷയാണ്, മുമ്പോട്ട് നല്ലൊരു പ്രതീക്ഷ. കാര്യം ഇത്രയും വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നതല്ലേ. അപ്പം അതെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛൻ ക്യാരക്ടറുകളാണ്. അതല്ലേ അതെ, ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം തുടർന്ന് എല്ലാം അതായി. കാര്യം ഇടയ്ക്ക് ഞാൻ പറഞ്ഞതിൽ സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു, കുറേ ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെ അതിലേക്ക് പോയി, ടൈപ്പ് ഇപ്പം ഓരോ ടൈപ്പിലേക്ക് പോയി. ഇപ്പം ഇനി കിട്ടട്ടെ, നമുക്കിപ്പോൾ ഇനി വീണ്ടും ആ പഴയ ഒരു ഇതിലേക്ക് എത്തണം എന്നുള്ളതാണ് കാര്യം. തീർച്ചയായും അവിടേക്ക് എത്തണം, അല്ലാതെ നമുക്ക് പോയിട്ട് കാര്യമില്ല. നല്ലൊരു സിറ്റുവേഷൻ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഓക്കെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് എല്ലായിടത്തും നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മളെ പിള്ളേർക്ക് സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വന്നവരാണ്. ഓക്കെ അപ്പോൾ പ്രശ്നങ്ങളുടെ അങ്ങ് അറ്റത്ത് നിന്ന് വന്നവരായതുകൊണ്ട് നമ്മളെല്ലാം മറക്കുന്നത് ഇവിടെ വരുമ്പോഴാണ്. യെസ് അതിലേക്കാണ് ഞാൻ എത്തുന്നത്. എനിക്ക് തോന്നുന്നു നാടകത്തിന്റെ ഒരു രാജകീയ സമയത്ത് എത്തിയ ഒരു വ്യക്തിയാണ്. നാടകത്തില് ഒരുപാട് കഥാപാത്രങ്ങൾ നടനായിട്ട് ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. പിന്നെ സീരിയലിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ, സിനിമയിൽ തന്നെയാണെങ്കിലും മമ്മൂക്കൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. മമ്മൂക്കൊക്കെ രജിസ്റ്റർ ചെയ്തൊരു വ്യക്തിയാണ്. യെസ് ഒരുപക്ഷെ ഒരു ടേണിംഗ് പോയിന്റ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ മിന്നിത്തിളങ്ങുന്ന ഒരു താരമായി മാറിയേക്കാവുന്ന ഒരാളായിരുന്നു. എന്തായിരുന്നു ആ ഒരു ബ്രേക്കിനെ കുറിച്ച് പറയാനുള്ളത്? ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ പുറമേ മറ്റുള്ളവർ കേൾക്കുമ്പോൾ പറയുന്നത് എൻ്റെ അഹങ്കാരം എന്ന് പറയും. പക്ഷേ പേഴ്സണലി നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ബ്രേക്ക് എടുക്കുന്ന ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ടാവാം. നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ചിലരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കാം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കാം. അപ്പം പ്രയോറിറ്റിയാണ് ഓരോന്നിനും പ്രയോറിറ്റി എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. അപ്പം ഞാൻ പ്രയോറിറ്റി കൊടുത്തത് അവിടെ ലൈഫിനാണ്, എൻ്റെ പാർട്ണർ ലൈഫിന്. എൻ്റെ പാർട്ണർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫീൽഡും എൻ്റെ നാടും എല്ലാം വിട്ടു വന്നത്. കാര്യം അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കണം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടായപ്പോൾ ശരി നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം എല്ലാം ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ അതെല്ലാം വിട്ടിട്ടാണ് ഞാൻ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നത്. പക്ഷേ അതിൻ്റെ ഫലം ഭീകരമായ ഫലങ്ങളായിരുന്നു. കേൾക്കാത്ത പലതും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ പലതും ഞാൻ പ്രതികരിക്കാറില്ല. കാര്യം പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാര്യം പ്രതികരിച്ചാലും അവസാനം നമ്മൾ കുറ്റക്കാരനാവും. അതുകൊണ്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ്. വേറെ കൊണ്ടല്ല. കാര്യം നമ്മൾ എന്ത് നല്ലത് വേണം എന്ന് ചിന്തിക്കുന്നു, നല്ലത് ചെയ്യുന്നു, അത് അവസാനം നമുക്ക് തന്നെ കുഴപ്പമായിട്ട് വരും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവിച്ചത് തന്നെയാണ് ജീവിതത്തിൽ മുഴുവൻ സംഭവിച്ചത് തന്നെയാണ്. കാര്യം ഒരിക്കലും ഇതുപോലെ ഈ പറഞ്ഞ കണക്ക് ഈ നാരദം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആലത്താരി എന്ന് പറഞ്ഞൊരു സീരിയൽ ഞാൻ ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് അതിനകത്ത് നായകനും വില്ലനും വരും, 2 ഡബിൾ റോള് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം വരെ ഉണ്ടാകുന്ന. ആ സമയത്ത് അതിന് മുമ്പേ ഉണ്ടെങ്കിൽ പോലും ശരിക്കും അടുപ്പം ഉണ്ടാകുന്ന. അതെ നന്നായിട്ട്. കാര്യം അന്ന് ഹിറ്റാണ്. കാര്യം ആ സാധനം ഹിറ്റ് സീരിയലുമാണ്. ആ സമയത്താണ് മറ്റേ സിനിമയും ചെയ്യുന്നത്. യുഗപുരുഷൻ കുമാരനാശാനായിട്ട് ചെയ്യുന്ന ആ സമയത്താണ്, മമ്മൂക്കയുടെ കൂടെ ഒക്കെ ചെയ്യുന്ന ആ സമയത്ത്. അപ്പോൾ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ആ ഒരു വിഷയത്തിൽ തന്നെ ഒരു പ്രേമത്തിൽപ്പെട്ടോ, അല്ലെങ്കിൽ തുറന്ന് പറയുക, ഇപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പലരും പറയുമെങ്കിലും ഒരു പ്രേമത്തിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ജീവിതത്തിൽ വളരെ മോശമായ ചില സാഹചര്യങ്ങളിൽപ്പെട്ട് അങ്ങനെ നമ്മൾ വീണു പോകുന്നൊരവസ്ഥയുണ്ട്. ഒന്നുമല്ലാതായി എല്ലാവരും നമ്മളെ തഴയുന്നു പോകുന്നൊരു സമയമുണ്ട്. ഈ അയാൾ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തുന്നൊരു സമയമുണ്ട്. അത് ചില സ്വാധീനങ്ങൾ കൊണ്ട് അതിനകത്തുണ്ട്. കാര്യം ഞാൻ വലിയ സ്വാധീനമുള്ള ആളല്ല. കാര്യം ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരാളാണ്. തറവാടൊക്കെ വലിയ തറവാടും കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ തറവാട്ടിലും പണ്ടേ ഇതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. അഭിനയം ഇങ്ങനെ കലാ ഫീൽഡൊന്നും ആർക്കും ഇഷ്ടമുള്ള ഒരു കുടുംബത്തായിരുന്നു. പണ്ട് തൊട്ടേ അമ്മൂമ്മയൊക്കെ മാമനെയൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, നാടകം കളിക്കാനാണ്ട് പോയതിനൊക്കെ. അപ്പം അത്തരത്തിലുള്ളൊരു അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന്. അപ്പം അങ്ങനെ വന്ന് ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ചവിട്ടി തേച്ച് കയറി ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വന്നതാണ്. ഞാനിങ്ങനെ പച്ചയായിട്ട് ഇങ്ങനെ പറയട്ടെ. അപ്പം അങ്ങനെ വന്നിട്ട് പെട്ടെന്നെല്ലാം നമുക്ക് ഇട്ട് പോകുന്നൊരവസ്ഥയാണ് വന്നത്.
അവർ ഇത്രയും ആ ഒരു ലെവലിലേക്ക് കയറി വന്നു. അവരുടെ ഒപ്പം ഇത്രയും ഒരു ടോപ്പ് ആർട്ടിസ്റ്റുകൾ മമ്മൂക്ക, സായി ചേട്ടൻ, സിദ്ദിഖ്, ബാബുമണി, അങ്ങനെ ഫുൾ നിരയുള്ളൊരു സിനിമയിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ, സുകുമാർ സാറിനെ പോലെ ഡയറക്ടർ, ആർ സുകുമാർ സാറിനെ പോലെ, അപ്പോൾ അങ്ങനത്തെ കുമാരൻ ശാനട്ടൊക്കെ ചെയ്യാൻ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് മമ്മൂക്കായൊക്കെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ സെറ്റിൽ അവാർഡ് കണക്കെയാണ് മമ്മൂക്കയൊക്കെ അവാർഡൊന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ അടുത്തിൻ്റെ താരം ചോദിച്ചു മമ്മൂക്കയെ കുറിച്ച് എന്താ അഭിപ്രായം. ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയില്ല, എൻ്റെ അനുഭവം ഞാൻ പറയാം എന്ന് പുള്ളിയോട് പറഞ്ഞു. കാര്യം യുഗവർഷൻ്റെ സെറ്റിൽ ചെല്ലുമ്പോൾ ഞാനന്ന് ഇതിൽ സീരിയലിൽ സ്റ്റാറായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും യുഗവർഷനിൽ ചെല്ലുമ്പോൾ ശരിക്ക് വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ഫസ്റ്റ് എല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാരാണ്, കാര്യം പ്രൊഡക്ഷനിലല്ല, ബാക്കി ഡയറക്ടറും ഒക്കെ എല്ലാവരും നമ്മളെന്തോ മാറി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് സാറ് പറഞ്ഞു മേക്കപ്പ് ചെയ്തിട്ട് വയസ്സായിട്ട് വരുന്നില്ല, കുമാരനാശാൻ വയസ്സാവുന്നില്ല. അപ്പം സാറ് പറഞ്ഞു സജി എന്ത് ചെയ്യും. ഞങ്ങൾ കുഴപ്പമില്ല സാറ് വിഷമിക്കേണ്ട, സാറിനോട് ഞാൻ പറയുന്നത് അങ്ങനെ, സാറ് വിഷമിക്കേണ്ട, സാറിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്, ഞാൻ മാറാൻ സാർ കുഴപ്പമില്ല, സാറ് നോക്കിയോ പറ്റുന്നില്ലെങ്കിൽ ഞാൻ മാറിക്കോളാം. എന്നല്ല നമുക്കൊന്നുകൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് റഷീദൊക്കെയാണ് മേക്കപ്പ്, റഷീദ് എടുത്ത് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ചെയ്തിട്ട് കുറച്ച് കോട്ടണൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പ്രായമാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മൂക്ക വരുന്നത്. അവിടെ വരെ നമ്മൾ വെള്ളം പോലും ചോദിച്ചാൽ കിട്ടാൻ വലിയ പാടായിട്ടിരിക്കുക. അത് മേത്താ ഒരു 10,500 സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളെല്ലാം ക്രൂ ഒക്കെ ഉണ്ട്, ഭയങ്കര തിരക്കാം. അപ്പം നമ്മളിങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് സീരിയലൊക്കെ എത്ര ടോപ്പ് എന്ന് പറഞ്ഞിട്ട് സിനിമ വരുമ്പോഴത്തേക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ, ഉള്ള തുറന്നു പറയാം. നമ്മളെ വേറെ ലെവലിലാണ് കാണാം. അപ്പം ഇപ്പം അത് മാറിയിട്ടുണ്ട്, പക്ഷെ അന്ന് ആ സമയത്ത് അങ്ങനെയാണത് ഞാൻ അനുഭവിച്ചതാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നു, ഫസ്റ്റ് ഷോട്ട് കഴിയുന്നു, ഫസ്റ്റ് ഡേ ഒക്കെ ഓക്കെ ആവുന്നു, ഞാൻ അങ്ങ് മാറി അങ്ങനെ പോയിരിക്കുക. അപ്പം അടുത്ത നമ്മൾ പുള്ളി ഇങ്ങനെ കണ്ണാടി സാറിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, അപ്പോൾ കണ്ണാടിയുടെ കൂളിംഗ് ഗ്ലാസ് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുക, നോക്കിയിട്ട് പുള്ളി അപ്പം ഞാൻ എൻ്റെ അടുത്ത് അതിന് മുമ്പ് എന്ന് പറഞ്ഞ അസിസ്റ്റൻസ് പറഞ്ഞു നമുക്ക് വന്നിട്ട് പോയി കാണാം. അപ്പം അന്ന് നമുക്ക് കുറിച്ച് കേട്ടിരിക്കുന്ന നമുക്ക് നമ്മൾ അറിയത്തില്ല, പുള്ളി കേട്ടിരിക്കുന്ന പല. അപ്പം ആകെ ഞാൻ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പം രണ്ടാമത് അപ്പം പുള്ളി എൻ്റെ അടുത്ത് ആ ഷോട്ട് കഴിഞ്ഞ ഉടനെ വിളിച്ചു, ആശാൻ ഇവിടെ വരൂ. ഞാൻ എന്നെ വിളിച്ചു, മമ്മൂക്ക എന്നെ വിളിച്ചു. ഇപ്പം ഇതൊക്കെ ചെന്ന് നമസ്കാരം സാർ അപ്പം എന്താ പേര്. ഞാൻ പറഞ്ഞു ഷജി. അപ്പം എന്താ ഞാൻ പറഞ്ഞു സജി. അപ്പം സാറ് പറഞ്ഞു സജി. ആ ഓ വായിലിതിങ്ങനെ കോട്ടം വെച്ചിട്ടുണ്ടല്ലേ. ഞാൻ ആർട്ടിസ്റ്റാണോ. ഞാൻ പറഞ്ഞ വർക്ക് ചെയ്യുന്നുണ്ട് സാർ, സീരിയലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണ് സുകുമാർ സാർ ഇങ്ങനെ സജിയുടെ ഇപ്പോൾ സീരിയൽ ഹിറ്റായിട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ആലത്താലിമ സീരിയൽ ഹിറ്റായിട്ട് ഏഷ്യായിട്ട് പോകുന്നുണ്ട്, അപ്പം അതിനകത്ത് ഡബിൾ റോളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അപ്പം നന്നായിട്ടുണ്ടാകും കേട്ടോ, ആശാൻ നന്നായിരിക്കുന്നു, നന്നായി ചെയ്യൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്യും കേട്ടോ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പം നന്നായിരിക്കുന്നു, ഇത്രയും പറഞ്ഞു. സത്യം പറഞ്ഞ ജീവിതത്തിൽ പെട്ടെന്ന് കിളിയൊക്കെ ഇങ്ങനെ പറന്നുപോയി. നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. ആ നിമിഷം വല്ലാത്തൊരു സന്തോഷം. അപ്പം ഞാൻ അവിടുത്തെ പതുക്കെ എന്ത് വേണമെന്ന് പറയുമ്പോൾ അല്ലേ ഇങ്ങനെ പോകുമല്ലോ ആൾക്കാർ, വെട്ട് കിട്ടിയാൽ പോകുന്ന ആൾക്ക് ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു കസേര വന്നു, സാർ ഇരിക്കൂ, ഞാൻ തിരിഞ്ഞു നോക്കി, എനിക്കെന്നാണോ. അപ്പോൾ ആ ഒരു പെട്ടെന്ന് അങ്ങോട്ടൊരു സംഭവം വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിൽ എനിക്ക് എന്തൊക്കെ ഫെസിലിറ്റി അവിടെ വന്നു പെട്ടെന്ന് തന്നെ. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഡയറക്ടർ ആൾറെഡി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾ സ്നേഹിച്ചു, പുള്ളി അസോസിയേറ്റ് ആയാലും മറ്റുള്ളവരെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത്. വാല്യൂ കൂടി കൊട വരുന്നു. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത് അവിടെ. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ, ഞങ്ങൾ കാറിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പുള്ളി ചോദിച്ചു ഇപ്പോഴത്തെ ഒരു വിഷയം വെച്ചിട്ട് എന്നോട് പറഞ്ഞതാ എന്താണ് അനുഭവം. കാര്യം തമ്പി സാറിനെയും പുള്ളിയും തമ്പി സാറിനെയും ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. കാര്യം മറ്റു വേറെ അനുഭവം ഉണ്ട്, അത് പറയണില്ല, പോട്ടെ. അത് ഭീകര അനുഭവം. അത് ഒരു വേഷം ചോദിച്ചിട്ട് ഞാനും വർഗീസ് മരിച്ചുപോയി. വർഗീസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു നമ്മുടെ മെർലാൻഡിലെ. വർഗീസിന് ഞാനിവിടെ ശ്രീകുമാർ തമ്പി സാറിനെ കാണാൻ വേണ്ടി പോവാം. സാറിൻ്റെ പാട്ടുകളുടെ നമ്മുടെ വിധു പ്രധാനം വെച്ചിട്ട് സീരിയൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ പോകാം. അവിടുത്തെ മേക്കപ്പ് മാൻ സന്തോഷം നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ സന്തോഷം സഹിച്ചേട്ടാ ഒന്ന് കാണാം സാറിനെ, നല്ല പ്രോജക്റ്റ് നടക്കുകയില്ലേ, അങ്ങനെ എന്നെ വിളിച്ചിട്ടാണ് പോണേ. അവിടെ ചെന്നു, സാറ് ഷൂട്ട് നടക്കുകയാണ്. സാർ അന്നേരം സ്പോട്ടിലൊക്കെ തന്നെ എഴുതാൻ. അപ്പോൾ നമ്മളിങ്ങനെ ചെന്നു, ഞാൻ മകേശൻ കൊണ്ടു ഇങ്ങനെ നിന്നു, ചായ കൊണ്ടുവന്നു, ചായ മേടിച്ചു, ഇങ്ങനെ പിടിച്ചു. അപ്പോൾ സാറ് വന്നു ഇരുന്നു. അപ്പോൾ നമ്മൾ എണീറ്റ് നിന്നു. സാറ് ചോദിച്ചു എന്ത് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ സീരിയൽ ചെയ്യുന്നു, അന്ന് ശ്രീകൃഷ്ണയിലെ ഭാഗവതം മറ്റുമാണ്, ഭാഗവതം ചെയ്യുന്നുണ്ട് നാരദനായിട്ട്. ഓ നാരദനായിട്ടോ, പെയിന്റ് അടിച്ചാൽ ഏത് ബൊമ്മയ്ക്ക് നാരദനാവാം. ഒറ്റ ഡയലോഗല്ല, മുഖത്ത് നോക്കി സകല കോൺഫിഡൻസും തകർന്നിട്ടുണ്ടാവും.
നമ്മളൊന്നും മിണ്ടില്ല, ഇങ്ങനെ നോക്കി നിന്നു. എന്തായി പറയുന്നത്, ഇത്രയും വലിയൊരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ. കാര്യം പുള്ളി പലരെ കുറിച്ചും പറയുന്നത് അങ്ങനെ, അത് നമുക്കറിയാം. പിന്നെ ഇപ്പം പുള്ളിയുടെ ഇൻ്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ട്, മണിപ്പുള്ള ചേട്ടനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞു, പെയിൻ്റ് അടിച്ചാൽ ഏത് ബൊമ്മയ്ക്കും നാരദനാവാം. ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നെ സന്തോഷം പറഞ്ഞു, സജേട്ടൻ ഇങ്ങനെ യുഗപർഷനിൽ കുമാരനാശാനായിട്ടൊക്കെ ചെയ്തു. ഏതാ പൊളിഞ്ഞ പടം? അടുത്ത ഡയലോഗ്. ഓക്കെ. അപ്പം എന്ത് വേഷം? കുമാരനാശാനായിട്ട് എന്ന് പറഞ്ഞു. ഓ കുമാരനാശാൻ, നിങ്ങൾ കുമാരനാശാൻ ചെയ്തോ? അപ്പം നിങ്ങൾ നല്ലൊരു നടനല്ല. ഓ. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ നല്ല നടനല്ല. അപ്പം നിങ്ങൾ നല്ല നടനായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചേനെ. ഓക്കെ. ശരി, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കുറെ വാക്കുകളാണ് നമ്മൾ കേട്ടതായ സമയത്ത്. അപ്പോൾ ശരി, ഓക്കെ, നമ്മളത് മിണ്ടിയില്ല. അപ്പം ഒന്നും മിണ്ടാണ്ട് നമ്മൾ മിണ്ടായിരുന്നു. അതായിട്ട് വർഗീസണ്ണ വർഗീസണ്ണ അപ്പം പറഞ്ഞു, വർഗീസണ്ണ എക്സിക്യൂട്ടീവ് ആണ്, പിന്നെ പുള്ളി അഭിനയിക്കുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ, തിയേറ്റർ ഉടമ ഉണ്ടെങ്കിൽ ടിക്കറ്റ് കയറുന്നതിന് അഭിനയിക്കാം. അടുത്ത ഡയലോഗ്. അപ്പം നമുക്ക് കിട്ടിയ തുടരെ നമ്മളിങ്ങനെ ശരവർഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രണ്ടുപേരെയും നമ്മൾ കമ്പയർ ചെയ്യണല്ലോ. അപ്പം എന്നോട് ചോദിച്ച ഒരാളിങ്ങനെ, എന്നോട് എൻ്റെ സുഹൃത്ത് ചോദിച്ച വണ്ടി വന്നപ്പോൾ ചോദിച്ചാൽ ഇങ്ങനെ രണ്ടുപേരെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പം എനിക്ക് അനുഭവം ഇതാ. അപ്പം ഞാൻ എന്താ പറയണ്ടേ? എൻ്റെ അനുഭവം അങ്ങ് പറഞ്ഞു കൊടുത്തു പുള്ളിയോടും. ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവം. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. സാർ എനിക്ക് ആവശ്യമുള്ള ഞാൻ വിളിച്ചോളാം. ശരി സാർ, താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോയി. വേറെ ഒന്നും പറഞ്ഞില്ല. കാര്യം എൻ്റെ അടുത്ത് ഈ പുള്ളി എന്നോട് ചോദിച്ചു, തിരിച്ചുകൊണ്ട് പറഞ്ഞോട്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, നമ്മൾ ബഹുമാനിക്കുന്നതാണ്. പുള്ളിയുടെ രീതി അതാണ്, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിയുടെ രീതിയാണ്, അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അത് നമുക്ക് വിധിയുണ്ടെങ്കിൽ നമുക്ക് വിളിക്കും എന്ന് പറഞ്ഞു പോരുന്നു. ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈഫിനിടയിൽ തന്നെ ജീവിതത്തിലാണെങ്കിലും അഭിനയ ജീവിതത്തിലാണെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അനുഭവങ്ങളെ ഏത് രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്? പാഠങ്ങളായിട്ടാണോ അതോ ഒരുപാട് വേദനകളാണോ മനസ്സിൽ? വേദനകൾ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാകുന്നു. ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ച് കാര്യം എൻ്റെ ജീവിതമോ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട്, എൻ്റെ പ്രൊഫഷനായാലും എൻ്റെ നാടായാലും എൻ്റെ വീടായാലും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ആർക്ക് വേണ്ടി നിന്നോ അവരൊക്കെ എന്നെ ഇപ്പോഴും എന്നെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാനത് ശ്രദ്ധിക്കാത്ത വേറെ കൊണ്ടല്ല, നമ്മളൊരു സമയത്ത് ഇഷ്ടപ്പെട്ടതാണ്. എപ്പോഴായാലും ആദ്യം ഒരാളിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എത്ര ദോഷം ചെയ്താലും, ഇപ്പോൾ ചിലപ്പോൾ ഇത് കേട്ടാൽ ചിലപ്പോൾ മറ്റുള്ളവരെ തെറി പറയുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ പബ്ലിക്കിന് ആദ്യം ചീത്ത പറയുന്നതെന്ന് തന്നെ ആയിരിക്കും, നിനക്ക് വേറെ പണിയില്ലടാ എന്നായിരിക്കും ചോദിക്കാൻ പോണേ. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. കാര്യം നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അയാളുടെ പിന്നെ പകയോ വെറുപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് എവിടെയെങ്കിലും കിടക്കും, അതവിടെ തന്നെ കിടക്കും. പക്ഷേ നമ്മളത് അതുകൊണ്ട് മൈൻഡ് ചെയ്തിരിക്കാത്തേ ഉള്ളൂ. അവരെ വഴിക്ക് വിട്ടേക്കുക, അവരവരെ വഴിക്ക് പോയിക്കോട്ടെ. കാര്യം ശരിക്കും അതാണ് നമുക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയത്. കാര്യം നമ്മൾ ആരെ സ്നേഹിച്ചു അവർ നന്നായിട്ട് നമ്മളെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയാണോ, നേരത്തെ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും ജീവിതത്തിൽ കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരവസ്ഥ. ഞാൻ കോടതിയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഫീൽഡിൽ ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ, സിനിമയിലും ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നു. കുറേ കഷ്ടപ്പെടുത്തി എന്നെ, ശരിക്കും എന്നെ കഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത്. കാര്യം ഓരോ പ്രാവശ്യം ഇങ്ങനെ കയറ്റി ഇറക്കി എന്നെ ഇങ്ങനെ, അവർ വരില്ല, ഓരോ പ്രാവശ്യം വരാം, അവസാനം എന്നെ ഓരോ വർഷത്തോളം ഇങ്ങനെ കയറ്റി ഇറക്കി കഷ്ടപ്പെടുത്തി. പക്ഷേ അവസാനം എൻ്റെ വക്കീൽ പറഞ്ഞു, സജിയുടെ തെളിവെല്ലാം അവരുണ്ടല്ലോ. കാര്യം ശരിയാണ്, അവർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും, അവർ പറഞ്ഞിട്ടുള്ള വോയിസുകളായാലും അവരെനിക്ക് അയച്ചിട്ടുള്ള വോയിസുകളായാലും അമ്മയ്ക്കേറെ പറഞ്ഞിട്ടുള്ള വോയിസുകളായാലും എല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് കോടതിയിലിട്ട് പൊരിക്കാം എന്ന് പറഞ്ഞു. കോടതിയിലിട്ട് ശരിക്കും നമുക്ക് നന്നായിട്ട്. ഞാൻ പറഞ്ഞു, എന്തിനാ അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ എടുക്കുന്നോട് ചോദിച്ചു, എന്തിനാ അതിൻ്റെ ആവശ്യം? കാര്യം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയത് ട്രിവാൻഡ്രത്തുള്ള ഒരു ലീഡിങ് അഡ്വക്കേറ്റിനെ കാണാനായിരുന്നു ഫസ്റ്റ്. അവരെ പോയി കണ്ടിട്ട് ഞാൻ ഫുൾ കഥകൾ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അവിടെ നടന്ന സംഭവങ്ങൾ, ആ വീട്ടിൽ നടന്നിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങളെല്ലാം തുറന്നിങ്ങനെ പറഞ്ഞു, ഓപ്പണായിട്ട് പറഞ്ഞു. പലപ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അത് പറയുമ്പോഴേക്ക്. വേറെ കൊണ്ടല്ല, കാര്യം ഒരാൾ ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണ്. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു. കാര്യം ഒരു മുറിക്കകത്ത്, നേരത്തെ പറഞ്ഞല്ലോ, മുറിക്കകത്ത് അടച്ചിട്ടിട്ട് പോകുന്ന അവസ്ഥ, ആഹാരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരെ ഞാനിങ്ങനെ ഓപ്പണായിട്ട് സ്വാതന്ത്ര്യത്തിന് പോലും ഒരുപാട് കൂച്ചുവലങ്ങൾ. കാര്യം എൻ്റെ ജീവിതം തളച്ചിട്ടപ്പെട്ട ഒരു അടിമ എന്ന് പറയണം. ഒരു അടിമ, അങ്ങനെ പറയാൻ പറ്റും എന്നെ. ശമ്പളം തരുന്നൊരു അടിമ, ശമ്പളം മേടിച്ച് ജീവിക്കുന്നൊരു അടിമ, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയപ്പോൾ അങ്ങനെ ഞാനത് വക്കീലിനോടെല്ലാം ഇങ്ങനെ പറഞ്ഞു, ഓപ്പണായിട്ട് എല്ലാം പറഞ്ഞപ്പം പേപ്പർ എടുത്തിട്ട് പറഞ്ഞു, ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ എന്തേ? ഡിവോഴ്സ്.
ഞാൻ ഡിവോഴ്സിനല്ല പോയത്. ഓക്കെ. എൻ്റെ അടുത്ത് പക്ഷേ എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് പറഞ്ഞത് ഡിവോഴ്സ് ഇനി ഇതും കൊണ്ട് മുമ്പോട്ട് പോകേണ്ട സജ്ജി, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ വക്കീലിനെ കാണാൻ പോയില്ല, അന്നിറങ്ങി അവിടെ നിന്ന്. ഓക്കെ. വന്നിട്ടാണ് നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞങ്ങളും ഇന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, പരസ്പരം ഒരു വാക്കുപോലും വേണ്ട. പക്ഷേ എന്നെക്കുറിച്ച് പറയുന്ന ഇൻ്റർവ്യൂവിലും കാര്യങ്ങളും ഞാൻ കേൾക്കാറില്ല. എന്നാൽ പോലും എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്. ഏതോ ഒരെണ്ണം മാത്രം ഞാൻ ജസ്റ്റ് കേട്ടു. കാര്യം എനിക്കൊരാൾ അയച്ചു തന്നു, ആ ക്ലിപ്പ് മാത്രം എടുത്ത് അയച്ചു തന്നു. ഞാൻ ഭയങ്കര സംശയരോഗിയാണോ എന്തോ പറഞ്ഞിട്ടൊരു എന്നോട് ഇപ്പോൾ ചോദിച്ചല്ലോ കുറച്ച് മുമ്പ്. കുറച്ച് മുമ്പ് നമ്മള് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പല വീഡിയോയിലും അങ്ങനെ കാണുന്നുണ്ട് ഒരു പക്ഷേ. ഈ സംശയരോഗിയാണെന്ന് പറഞ്ഞിട്ട് സംഭവം പറഞ്ഞിട്ട് ഞാൻ സംശയിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഇതൊക്കെ കേസിനകത്ത് ബലപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളാണ്. കേസിനകത്ത് എന്നെ കുറിച്ച് എഴുതിയാൽ ഞാൻ ഭയങ്കര ഭീകരനാണ്. ഓക്കെ. പക്ഷേ എൻ്റെ കൂടെ ഇടപെട്ടിട്ടുള്ള ഒരാളിനോ ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുള്ള ആളിനോ ഞാൻ എന്താണെന്ന് അറിയാം. എൻ്റെ ഈ ഫീൽഡിലുള്ളവർക്ക് തന്നെ അറിയാം. ഇത്രയും വർഷമായിട്ട് 32 വർഷമായിട്ട് ടോട്ടൽ ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയത്. എൻ്റെ കൂടെ സംസാരിച്ചിട്ടുള്ളവർക്കോ എൻ്റെ കൂടെ ഇടപെട്ടുള്ള എൻ്റെ ആൾക്കാർക്കോ എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ്, ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ല എന്നുള്ളത്. പിന്നെ എനിക്ക് വേറെ ആരെ ബോധിപ്പിക്കാനോ, കാര്യം ഞാൻ തെറ്റ് ചെയ്തവരാണിത്, ഇത് ശരിയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് ന്യായീകരിച്ചേ പറ്റൂ, അവർക്ക് സ്വയം ന്യായീകരിച്ച് ബോധ്യപ്പെടുത്തിയേ പറ്റൂ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ഇൻ്റർവ്യൂസിൻ്റെ അടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂ വേണ്ട, താല്പര്യമില്ല. പക്ഷേ ഞാൻ പറയാത്തതൊക്കെ വല്ലതും വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാതെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രം ജീവിതത്തിൽ നിന്നുള്ള കുറെ കാര്യങ്ങളാണ്. എൻ്റെ ജീവിതം തന്നെയാണ് കാര്യം. പലപ്പോഴും ഞാൻ പറയാം, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൽ പോലും എനിക്ക് തോന്നുന്നു പല സിറ്റുവേഷൻസും വന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യം, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ഞാൻ എൻ്റെ ഭാര്യ അന്ന് ഞങ്ങൾ പരസ്പരം കാണുന്ന അമ്പലങ്ങളിൽ, റോഡിൽ, ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും, ഞാൻ ഇങ്ങോട്ട് പോകണ്ടേ, വെറുതെ വാ. ഇന്ന് ഒരു ഭാര്യയും ഭർത്താവും കാണുന്നത് അങ്ങനെയാണോ? ഒരു അമ്പലത്തിൽ വെച്ചാണ് കാണണ്ടേ, റോഡ് വെച്ചാണ് കാണണ്ടേ? ഇതായിരുന്നു സിറ്റുവേഷൻ. കാര്യം ഇത് സീരിയലിനകത്ത് ഇപ്പോൾ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്ന സംഭവം. സീരിയലിൽ ഞങ്ങളുടെ സീരിയൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ വേറെ സീരിയൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതമാണ് ആ സീരിയൽ വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഒരുപാട് സീരിയലിന്റെ കഥകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാവാറുണ്ടോന്ന്. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ജീവിതം എന്ന് പറയുന്നത് സീരിയലൊന്നും അല്ല, സീരിയൽ ഒന്നുമല്ല അതിൻ്റെ മുമ്പിൽ. കാര്യം സീരിയലിൽ വരുന്ന കഥകൾ വളരെ കുറച്ച് മാത്രമേ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റൂ. കാര്യം പബ്ലിക് ചോദിക്കും ഇതെന്ത് ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ. അതിനപ്പുറമാണ് നമ്മുടെ ജീവിതം, അനുഭവിക്കുന്ന അനുഭവങ്ങൾ ജീവിതം അതിനപ്പുറമാണ്. ഒരിക്കലും അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് വെറുതെ കണ്ടിരിക്കുന്ന ആളിനോ അല്ലെങ്കിൽ വെറുതെ കേട്ടു പോകുന്ന ആളിനോ അല്ല. ഓരോ ദിവസവും ആഹാരം പോലും കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരാൾ മുറിക്കകത്ത് പൂട്ടിയിട്ട് പോവുക, രാത്രി 2 മണി വരെ 3 മണി വരെ വെയിറ്റ് ചെയ്തിരിക്കുക, ഒന്നും പറ്റാണ്ട് ഭ്രാന്തമാവില്ല നമുക്ക്, ഒന്നും വയ്യാതെ വീട്ടിനായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവസാനം ഒരു താക്കോലൊക്കെ ഒപ്പിച്ചു തന്നെ കേട്ടോ, തുറന്ന് പുറത്തു പോകാനൊക്കെ മനസ്സിലായി, അവൾക്ക് മനസ്സിലായി. അവിടെ അവസാനം എനിക്ക് താക്കോലൊക്കെ ഒപ്പിച്ചു തരണം, ഒരു കീയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തന്നു. അപ്പോൾ തുറന്ന് ഞാൻ പോകും, വണ്ടി എടുത്തിട്ട് ഞാനിങ്ങനെ ഏകദേശം അവിടുത്തെ ഏകദേശം ആ ഒരു 5-8 കിലോമീറ്ററിനകത്തുള്ള സകല ഓടുവഴി എനിക്കറിയാം. രാത്രി ഇങ്ങനെ എൻ്റെ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു സമാനം ഇല്ല കേട്ടോ, വേറെ ഒന്നുമില്ല. ഞാനൊരു കലാകാരനല്ല, കലാപ്രവർത്തകനാണ്. കലാകാരൻ എന്നൊന്നും പറയാറായില്ല കേട്ടോ, ചെറിയൊരു കലാപ്രവർത്തകൻ. അപ്പം ഇത്രയും വർഷം നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുപോകുന്ന നമ്മുടെ ഒരു പ്രശ്നം, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാവുന്നു, നമ്മൾ മാത്രം ഒരു മുറിക്കകത്ത് അടച്ചു മൂട്ടി ഇഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെട്ടു, കയ്യിൽ നിന്നെല്ലാം പോയി. നമ്മുടെ കലാപ്രവർത്തനം എല്ലാം പോയിട്ട് നമ്മൾ ആർക്കോ വേണ്ടി യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നൊരവസ്ഥ. രാവിലെ 8 മണിക്ക് ഓഫീസിൽ കയറുന്നു, പക്ഷേ എനിക്ക് ജോലിയില്ലെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ തീർച്ചയായും ജീവിതത്തിൽ ഒരുപാട് കയ്പ് നീരുകളൊക്കെ കുടിച്ചതായി ഇപ്പൊ 2024 എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ കാണുമ്പോൾ ഹാപ്പി ആയിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരുപാട് വർക്കുകൾ ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഇപ്പം നമ്മുടെ കലാപ്രവർത്തനത്തിലായാലും ഇനിയും ഒരുപാട് മുൻപോട്ടുള്ള വർക്കുകളിൽ ഏതൊക്കെയാണ്, അഭിനയം അല്ലാതെ മറ്റും അങ്ങനെ ഒരുപാട് താല്പര്യങ്ങളൊക്കെ, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇല്ല, എനിക്കിപ്പം പൂർണ്ണമായിട്ടുള്ളത് കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ആദ്യം തീർക്കണം. ഓക്കെ. ഇനി കുറേ വിഷയങ്ങളുണ്ട്. കാര്യം ആ പ്രശ്നങ്ങളെല്ലാം തീർത്ത് സമാധാനമായിട്ട് മുമ്പോട്ട് പോകണം. ഇടയ്ക്ക് സംവിധാനം ചെയ്തിരുന്നു, ഇപ്പോൾ അതൊക്കെ നിർത്തി. തൽക്കാലം അഭിനയം മാത്രം മതി. 98 ഇൻഡിപെൻഡൻ്റ് ഡയറക്റ്റ് ചെയ്തു. ആ സമയത്ത് അങ്ങനെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ദൂരദർശനിൽ അൻവർ സാർ നാഷണലായിട്ട് ദൂരദർശനിൽ പ്രോഗ്രാം നാഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം വിട്ടതാണ് ഈ ഒരു കാര്യത്തിനായിട്ട്. ഇതെല്ലാം വിട്ടെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും സെറ്റ്. പിന്നെ ഒരു സമിതി, അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു എന്താ കരുതലോ അങ്ങനെ എന്തൊക്കെയോ പറയാമല്ലോ, ആ ഒരവസ്ഥയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്യിക്കണ്ടായിരുന്നു, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം ഞാൻ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം
ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാത്ത തെറ്റുകളാണ് ഇപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറഞ്ഞോട്ടെ, പറയുന്നവർ പറഞ്ഞോട്ടെ. എനിക്കറിയാം, ഭഗവാനും അറിയാം എല്ലാ സത്യവും. തീർച്ചയായും എന്തായാലും ഭഗവാൻ എന്നെ കൈവിടില്ല, എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്. ഓക്കെ. ജീവിക്കാൻ പോയതല്ലേ, സന്തോഷമായി ജീവിക്കട്ടെ, അവർ സന്തോഷമായി ജീവിക്കട്ടെ, ആരായാലും എവിടെയാലും പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. തീർച്ചയായും ഞാനിപ്പം ഈ മുഖത്ത് കാണുന്ന ചിരി അത് ഉള്ളിൽ ഒരുപാട് വേദനകൾക്ക് പുറത്തുള്ള ചിരിയായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ ആ വേദനകളൊക്കെ മാഞ്ഞ് ഇനിയും ഇനിയും ഒരുപാട് ചിരിക്കുന്ന സജിച്ചേട്ടന്റെ മുഖമാണ് നമുക്ക് എല്ലാവർക്കും കാണേണ്ടത് ഒരുപക്ഷെ. അപ്പോൾ ഇനിയും ഇനിയും അങ്ങോട്ട് ജീവിതത്തിലാണേലും അഭിനയ ജീവിതത്തിലാണേലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി ഷൂട്ടിങ്ങിന്റെ ഇടവേളയിലാണ് നമുക്കൊപ്പം വന്ന് എത്തി നിൽക്കുന്നത്. ഒരുപാട് നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഓക്കെ, സന്തോഷം. ഓക്കെ.